സെലിബ്രിറ്റീസിന്റെ ഫേസ് മാത്രം ഇത്ര ക്ലിയർ ആൻഡ് ഗ്ലോയിങ് ആയിട്ടിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? Secret behind your glowing skin. Sunscreen. Lots of sunscreen. Never miss the sunscreen. Buy sunblock. परदेसिया मिला है तू मुझे जब से मैं कैद हूँ तेरे भी ബ്യൂട്ടി പ്രോഡക്ട്സിന് പിന്നാലെയാണ് ഈ ലോകം അല്ലെ. ദിനം പ്രതി ബ്യൂട്ടി പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്കിടയിൽ. ഇതിനെല്ലാം ഒരൊറ്റ കാരണമേ ഉള്ളൂ, എല്ലാവർക്കും എങ്ങനെയാലും ഒന്ന് വെളുത്താൽ മതി. നമ്മൾ പണ്ട് തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ് ഈ കറുപ്പിലും വെളുപ്പിലും ഒന്നും കാര്യമില്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ എത്ര പറഞ്ഞിട്ടും അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വെളുപ്പാണ് സൗന്ദര്യം എന്നുള്ള കോൺസെപ്റ്റ് പണ്ടേ നമ്മുടെ ജീവിതം അങ്ങോട്ട് അലിഞ്ഞു പോയ സംഭവമാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് എത്ര പറഞ്ഞാലും അത് മാറാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അത് അവിടെ കിടക്കട്ടെ. എനിവേ, ഇങ്ങനെയൊക്കെയാണെങ്കിൽ കൂടും ഇപ്പൊ മലയാളികൾക്കിടയിൽ ഏറ്റവും പോപ്പുലർ ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്യൂട്ടി പ്രോഡക്റ്റ് ആണ് സൺസ്ക്രീൻ അല്ലെ. ദിനം പ്രതി സൺസ്ക്രീൻ ഉപയോഗിക്കുന്നവരുടെ എണ്ണം ഇപ്പൊ ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ പോലും റീസെന്റ് സൺസ്ക്രീൻ കൃത്യമായി ഉപയോഗിച്ച് തുടങ്ങി എന്നുള്ളതാണ്. ശരിക്കും എന്താണ് ഈ സൺസ്ക്രീനിന്റെ പർപ്പസ്? സൂര്യനിൽ നിന്നുള്ള UV കിരണങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് ഒരു ബാരിയർ ആയി നമ്മുടെ സ്കിന്നിൽ വർക്ക് ചെയ്ത് ടാനിങ്ങിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യും അല്ലെ. ഇതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്. ഇതാണ് ശരിക്കുള്ള സൺസ്ക്രീനിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. എന്നിരുന്നാലും ഇപ്പൊ നിലവിൽ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടാനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ തന്നെയാണ്. ഒരുപാട് ഡോക്ടർമാരും മറ്റുമൊക്കെയായി സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതിന്റെ ഗുണങ്ങളെ കുറിച്ച് ഇപ്പൊ ഒരുപാട് വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയതോടെ ജനങ്ങൾക്കിടയിൽ ഒരു അവയർനെസ് വരാൻ തുടങ്ങി അല്ലെ. അതോടെയാണ് ജനങ്ങൾ കൂടുതൽ സൺസ്ക്രീൻ ഉപയോഗിച്ച് തുടങ്ങിയത്. ഇനി ഇവിടുത്തെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ജനങ്ങൾക്കിടയിൽ സൺസ്ക്രീനിന്റെ ഉപയോഗം വർദ്ധിച്ചതോടെ ഇപ്പൊ സകലമാന ബ്യൂട്ടി വ്ളോഗേഴ്സും സൺസ്ക്രീനിന്റെ പിന്നാലെയാണ്. വെളുക്കാനുള്ള ക്രീം എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവർ ഇപ്പൊ സൺസ്ക്രീൻ പ്രൊമോട്ട് ചെയ്യുന്നത്. അത് പിന്നെ പണ്ടേ അങ്ങനെയാണല്ലോ, ഏത് പ്രൊഡക്റ്റ് ഇവർ വെളുക്കാനുള്ള ക്രീം എന്നും പറഞ്ഞുകൊണ്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതെന്തായിക്കോട്ടെ, അതിനെ കുറിച്ച് ഞാൻ വീണ്ടും പറഞ്ഞ് പോരാടിപ്പിക്കുന്നില്ല. എന്നിരുന്നാലും റീസെന്റ് ഇപ്പൊ ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ വൺ ട്രെൻഡിങ് ആയി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലരും അത് ശ്രദ്ധിച്ചു കാണും. വളരെ ഡള്ളായിട്ട് കറുത്ത ഫേസ് ആയിട്ടുള്ള ഒരു വീഡിയോ തുടക്കത്തിൽ നമ്മളെ കാണിക്കും. എന്നിട്ട് നമ്മളോട് പറയും ഇങ്ങനെ ഇരുന്ന് ഞാൻ 3 ആഴ്ച ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ ഞാൻ വളരെ വെളുത്ത് തുടുത്തു മാറി എന്നൊക്കെ പറയും അല്ലെ. ഇത്തരത്തിലുള്ള പല ബ്യൂട്ടി ട്രാൻസ്ഫോർമേഷൻ വീഡിയോസ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. എന്താ വന്ന മാറ്റം നോക്കി നിങ്ങൾ. വെറും 3 ആഴ്ച ഒരു ക്രീം ഉപയോഗിച്ചപ്പോഴേക്കും ഈ പെണ്ണ് മാറിയത് കണ്ടില്ലേ. കറുത്ത് മുഖത്ത് ടാനൊക്കെ അടിച്ച് നിന്നെടുത്ത് നിന്നും വെളുത്ത് തുടുത്ത് സുന്ദരിയായിട്ട് മാറി അല്ലെ. പക്ഷെ സംഭവത്തിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ക്രീം ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഈ പെൺകുട്ടിയുടെ മുഖത്ത് അത്യാവശ്യം ബ്രൈറ്റ്നസ് ഉണ്ട്. വീക്ക് 1 ഈ ക്രീം പറ്റുന്ന സമയത്തുള്ള ഈ പെൺകുട്ടിയുടെ ഫോട്ടോ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. ഇനി അതേ ആളെ തന്നെ ക്രീം ഉപയോഗിച്ച് റിസൾട്ട് വന്നതിന് ശേഷമുള്ള ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. ഈ 2 ഫോട്ടോ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റം കാണാൻ പറ്റും അല്ലെ. പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. എന്നിട്ടാണ് ഞാനിത് ഉപയോഗിച്ച് ഭയങ്കരമായിട്ട് മാറിയെന്നും പറഞ്ഞ് തട്ടി വിടുന്നത്. പണ്ട് പോയി ഓട്ടോറിക്ഷയിൽ ഇട്ടത്തിരുന്ന് എടുത്തൊരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. ഞാൻ ഇങ്ങനെ കറുത്തതായിരുന്നു, ഇപ്പൊ ഞാൻ ഈ ക്രീം ഉപയോഗിച്ച് വെളുത്തതാണെന്നും പറഞ്ഞുകൊണ്ട്. കഴിഞ്ഞില്ല, ഇനി അടുത്തൊരു വീഡിയോ നോക്കാം. ഇതും അങ്ങനെയൊക്കെ തന്നെ അല്ലേ. 3 ആഴ്ച ഏതോ സൺസ്ക്രീൻ ഉപയോഗിച്ചപ്പോ കറുത്ത് ഡള്ളായിരുന്നവരുടെ ഫേസ് വെളുത്ത് തൊടുത്ത് ബ്രൈറ്റൻ ആയി എന്നാണ് ഇവര് പറയുന്നത് അല്ലെ. ഇവിടെയും നിങ്ങൾ നോക്കി, വീക്ക് 1 ഈ പെണ്ണ് ക്രീം ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ തന്നെ മുഖത്ത് അത്യാവശ്യം ബ്രൈറ്റ്നസ് ഉണ്ട്. പക്ഷെ ഒരു ഡാർക്ക് റൂമിൽ ഇട്ടിട്ടാണ് ഇവർ വീഡിയോ എടുക്കുന്നത്. ഇനി ഇതേ ആൾ തന്നെ 3 ആഴ്ച ഈ ക്രീം ഉപയോഗിച്ചതിന് ശേഷം എന്ന് പറഞ്ഞ് കാണിക്കുന്ന വീഡിയോയിൽ നോക്കി നിങ്ങൾ, ബാക്ക്ഗ്രൗണ്ട് വരെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഇനി വീക്ക് 1 വീക്ക് 3 നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കി, രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ പിന്നെ ഈ ക്രീം ഉപയോഗിച്ച് എന്ത് മാറ്റം വന്നെന്നാണ് ഇവർ പറയുന്നത്? എനിക്കൊട്ടും മനസ്സിലാകുന്നില്ല. കഴിഞ്ഞില്ല, ഒരു വീഡിയോ കൂടി കണ്ടോക്കാം. கனவுல வாரதிய பிரைட்டானா யோசிக்கிற உன்ன பத்திய மண்டையில படி பொண்ணு ஏறலடி அழகுல உன்ன மிஞ்ச ஆள் இல்லடி மினுக்கு நீதாய நெஞ்ச குளுக்கே சிறுகி வடிய முட்டை கலக்கி. ഇവിടെയും അങ്ങനെയൊക്കെ തന്നെ. വീക്ക് 1 ഫേസും വീക്ക് 3 ഫേസും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ടും ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. എന്നാലും മുഖക്കൂര് അവിടെ ഇവിടെ ആയിട്ട് മാറിയിട്ടുണ്ടായില്ലേ, അല്ലാണ്ട് വലിയ മാറ്റമൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ആലോചിക്കുന്നതല്ല ഈ ക്രീം ഉപയോഗിച്ചിട്ട് എന്ത് മാറ്റം ഉണ്ടായെന്ന് ഇവര് പറയുന്നത്. ഒക്കെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇന്നത്തെ കാലത്ത് ടെക്നിക്ക് ഉപയോഗിച്ച് വീഡിയോയിലും ഫോട്ടോയിലും ഉള്ള നമ്മുടെ മുഖം കറുപ്പിക്കാനും വെളുപ്പിക്കാനും ഒക്കെ പറ്റും. ഇപ്പൊ ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി എടുത്തൊരു തമ്മിലിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ സൈഡിൽ കൊടുക്കാം. ഇത് എന്റെ നോർമൽ സ്കിൻ ടോൺ ആണ്. ഇനി വെച്ച് എന്നെ കറുപ്പിച്ച ഒരു സ്കിൻ ടോൺ ഞാൻ ഇവിടെ കാണിച്ചു തരാം. നോക്കൂ നിങ്ങൾ, ഈ 2 ഫോട്ടോ വെച്ച് എനിക്ക് വേണമെങ്കിൽ ഒരു പ്രൊഡക്റ്റിന് പ്രൊമോഷൻ ചെയ്തൂടെ? ഇങ്ങനെ കറുത്തിരുന്ന ഞാൻ ഇങ്ങനെ വെളുത്തു എന്നും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾ എല്ലാവരും വിശ്വസിക്കൂലേ? നിങ്ങൾ ആ പ്രൊഡക്റ്റ് ഏതാണെന്ന് നിങ്ങൾ എന്നോട് ചോദിക്കൂലേ? അത്രേ ഉള്ളൂ. എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത്. 3 ആഴ്ച നമ്മൾ ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റ് യൂസ് ചെയ്തതുകൊണ്ടൊന്നും നമ്മുടെ ശരീരത്തിൽ ഒരു മാറ്റം വരാൻ പോകുന്നില്ല. ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തിൽ റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ തന്നെ
3-4 മാസം എടുക്കും. ഇത് ഞാൻ പറഞ്ഞല്ലേ, നിങ്ങൾ ഏതെങ്കിലും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ടു കഴിഞ്ഞാണെങ്കിൽ അവർ പറയുന്ന കാര്യമാണ്. ഏത് ബ്യൂട്ടി പ്രൊഡക്റ്റ് ആണെങ്കിലും 2-3 മാസം ഉപയോഗിക്കാതെ നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല. അങ്ങനെ ഏതെങ്കിലും ബ്യൂട്ടി പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നേരത്തെ റിസൾട്ട് കിട്ടുമെന്ന് ആരെങ്കിലും വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് പക്ക ഉടായ്പാണ്. പ്രത്യേകിച്ച് ഈ ട്രാൻസ്ഫോർമേഷൻ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ 3 ആഴ്ച കൊണ്ട് ആർക്കും ഒരു മാറ്റവും വരുത്തില്ല. ഇതൊക്കെ വൻ തട്ടിപ്പാണ്. ആരും ഇതിൽ വീണ് പോകരുത് എന്നത് പറയാലോ. ഇനി ഇതേപോലെ സൺസ്ക്രീനിന്റെ മറയിൽ ഇവിടുത്തെ ബ്യൂട്ടി വ്ളോഗ്സ് നടത്തുന്ന മറ്റൊരു തട്ടിപ്പിനെ കുറിച്ച് കൂടി പറയേണ്ടതുണ്ട്. അത് നമ്മൾ മുമ്പ് ഒരുപാട് സംസാരിച്ച് കഴിഞ്ഞതാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇപ്പൊ ഒട്ടുമിക്ക ബ്യൂട്ടി വ്ളോഗേഴ്സും ഈ പറഞ്ഞ സൺസ്ക്രീനിന് പിന്നാലെയാണ്. ഇവരിപ്പോ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഒരു ദിവസം വന്നിട്ട് ഒരു സൺസ്ക്രീൻ കാണിച്ചിട്ട് പറയും ഇത് ഉപയോഗിച്ചിട്ടാണ് എന്റെ ടാന് മാറിയത്, ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ വെളുത്തത് എന്നൊക്കെ പറയും. എന്നിട്ട് ഇതേ ഇവര് തന്നെ 2 ആഴ്ച കഴിഞ്ഞാണെങ്കിൽ വേറൊരു പ്രൊഡക്റ്റ് ആയിട്ട് വരും. എന്നിട്ട് പറയും ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ വെളുത്തത്, ഇത് ഉപയോഗിച്ചിട്ടാണ് എന്റെ ടാന് മാറിയെന്നൊക്കെ. അതായത് ഒരു മാസം തന്നെ ഇവർ 3-4 പ്രൊഡക്റ്റ് ആണ് സൺസ്ക്രീനിന്റെ പേരും പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ എല്ലാ പ്രൊമോഷനിലും ഇവർ അടിക്കുന്ന ഡയലോഗ് സെയിം തന്നെ ആയിരിക്കും. വേണമെങ്കിൽ ഒരു പ്രമുഖ ഇൻഫ്ലുവൻസറുടെ ഒരു വീഡിയോ ഞാൻ ഇവിടെ കാണിച്ചു തരാം. മനസ്സിനകത്ത് തൊടുന്ന നനുത്ത സംഗീതമേ താനേ നീ മെല്ലെ അതറിഞ്ഞു നിറഞ്ഞു ചിരിച്ചു ചിറകു വീശുന്നുവോ തേനഞ്ചും നെഞ്ചിൽ നീരൻ പൂമൊഴി കേൾക്കേ മഞ്ഞായി പെയ്യും നിന്റെ ക്രോധം ജന്മം നിന്നുള്ളിൽ നിക്ഷിപ്തം. ഈ സൺസ്ക്രീൻ ഉപയോഗിച്ച് ഇവരുടെ ബോഡി മൊത്തം എടുത്തെന്നാണ് ഇവർ പറയുന്നത് അല്ലേ. എന്തായാലും ഇതൊക്കെ കണ്ട് ഈ സൺസ്ക്രീൻ വാങ്ങാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അടുത്ത ആഴ്ച ഇവർ അടുത്ത പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. നിങ്ങളൊന്ന് കണ്ടുനോക്കി. എന്തോന്നാണ് ഇത്? ആദ്യം കാണിച്ച വീഡിയോയിൽ പറഞ്ഞ് ഞാനൊരു സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടാണ് വെളുത്തതെന്നുള്ളത്. ഇപ്പൊ കാണിച്ച വീഡിയോയിൽ പറഞ്ഞ് ഞാൻ വേറെ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടാണ് വെളുത്തതെന്നുള്ളത്. ഇപ്പൊ ഏത് ഉപയോഗിച്ചിട്ടാണ് ഇപ്പൊ ജാസ്മിനെ ആക്ച്വലി വെളുത്തത് ഒന്ന് പറഞ്ഞു തന്നാട്ടെ. ഓരോ വീഡിയോയിലും ഓരോ വർത്താനം പറയുന്നു. കഴിഞ്ഞില്ല, അടുത്ത വീഡിയോ കണ്ടു നോക്കാം. പ്രണയമിതാ പവിഴമിതാ പുളകമിതാ പ്രണയമിതെത്ര എത്ര എത്ര സുന്ദരം ചഷകമിതാ മധുരമിതാ ഇതുവഴി വാ ജീവിതം എത്ര 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 മോഹനം സുഗന്ധിയാം സുവർണ. ശരി, ഇപ്പൊ എങ്ങനെയായോ? അല്ല ജാസ്മിൻ, അപ്പൊ ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പൊ ഏത് സൺസ്ക്രീൻ ആണ് ഞാനിപ്പോ വാങ്ങേണ്ടത്? 3 വീഡിയോയിൽ 3 വർത്താനം പറയാം. എല്ലാറ്റിനും അടിക്കുന്ന ഡയലോഗ് എന്താണ്? ഈ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടാണ് എന്റെ ശരീരം മാറിയത്, ഈ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ വെളുത്തുന്നുള്ളത് അല്ലേ. ഇതുപോലൊരു ഉടായ്പില്ലേ. ഇവളൊക്കെ വിശ്വസിച്ച് ഇവള് പറയുന്ന സൺസ്ക്രീൻ വാങ്ങി തേക്കുന്ന ആൾക്കാരെ പറഞ്ഞാൽ മതിയല്ലോ. കുറച്ചൊക്കെ കമ്മിറ്റ്മെന്റ് കാണിക്കാൻ കേട്ടോ. ഇങ്ങനെ മാറ്റി പറയരുത്. പൈസക്ക് വേണ്ടി എന്ത് കള്ളത്തിനും പറയുന്ന രീതിയിലേക്ക് അതപ്പതിക്കരുത്. കഴിഞ്ഞില്ല. ഇനി ഇതേപോലുള്ള ഒരുത്തന്റെ ഒരു വീഡിയോ ഞാൻ ഈ അടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമുക്കൊന്ന് കണ്ടോക്കാം. സെലിബ്രിറ്റീസിന്റെ ഫേസ് മാത്രം ഇത്ര ക്ലിയർ ആൻഡ് ഗ്ലോയിങ് ആയിട്ടിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? Secret behind your glowing skin. Sunscreen. Lots of sunscreen. Never missed a sunscreen. By Sunblock. അതെ, സൺസ്ക്രീൻ. ഇതാണ് ഡെർമാക്കോയുടെ 1% ഹൈലൂറോണിക് സൺസ്ക്രീൻ അക്വാജെൽ. ഇതിൽ SPF50 PA4+ ഉള്ളത് കൊണ്ട് സണ്ണിന്റെ UVA UVB റേസിൽ നിന്നും നമ്മുടെ സ്കിന്നിനെ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യും. അതുപോലെ ഇതിൽ ഹൈലൂറോണിക് ആസിഡും വൈറ്റമിൻ ഇയും ഉള്ളത് കൊണ്ട് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റഡ് ആൻഡ് ഗ്ലോ ആയിട്ട് വെക്കാൻ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു സൺസ്ക്രീൻ മെയിൻലി നോർമൽ ടു ഓയിലി സ്കിന്നിന് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സൺസ്ക്രീന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ സൺ എന്ന് കമന്റ് ചെയ്താൽ മാത്രം മതി. പ്രോഡക്റ്റ് ലിങ്ക് എല്ലാവർക്കും പേഴ്സണലി DM ചെയ്തു തരാം. ഓക്കെ, അപ്പൊ സെലിബ്രിറ്റീസ് എല്ലാം ഈ ഡെർമാക്കോണിന്റെ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടാണ് വെളുത്തതെന്നൊക്കെയാണ് ഈ ആശാൻ പറഞ്ഞു വരുന്നത്. ഇനി ഇതും പറഞ്ഞ് എല്ലാവരും ഡെർമാക്കോണിന്റെ സൺസ്ക്രീൻ വാങ്ങാൻ വരട്ടെ. ഒരു ടെസ്റ്റ് ഉണ്ട്. ഇവന്റെ അടുത്തൊരു വീഡിയോ നോക്കാം. 41 വയസ്സുള്ള നയൻതാരയുടെയും വെറും 24 വയസ്സ് മാത്രമുള്ള മമിത ബൈജുവിന്റെയും സ്കിന്ന് നിങ്ങൾ നോക്കിക്കേ. സത്യം പറഞ്ഞാൽ ഇവർ രണ്ടുപേരുടെയും സ്കിന്നിൽ എന്തെങ്കിലും ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലേ. അതിന് കാരണം ഇവർ രണ്ടുപേരുടെയും സ്കിൻ നല്ല ക്ലിയർ ആൻഡ് ഗ്ലോയിങ് ആണ്. സെലിബ്രിറ്റീസ് എല്ലാവരും അവരുടെ സ്കിൻ കെയറിൽ ഒരു കാര്യം ഒരിക്കലും സ്കിപ്പ് ചെയ്തില്ല. അതാണ് Vitamin C. Vitamin C. Vitamin C. Vitamin C. Yes, വൈറ്റമിൻ സി സിറം. ഞാൻ ഈ ട്രാവലിംഗിനും ഷൂട്ടിനും ഒക്കെ പോയി എന്റെ സ്കിൻ അത്യാവശ്യം ഡള്ളും ടാനിഡും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് മാറ്റാനായിട്ട് ഞാൻ ഒരുപാട് സ്ക്രബും ഫേസ് പാക്കും ഹോം റെമഡീസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്കൊരു ടെമ്പററി റിസൾട്ട് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു പ്രോബ്ലം പെർമനന്റ് ആയിട്ട് റിപ്പയർ ചെയ്യാനായിട്ട് ആമസോണിൽ ഒരുപാട് ഗുഡ് പോസിറ്റീവ് റിവ്യൂസും നോൺ ഇറിറ്റേറ്റഡുമായിട്ടുള്ള ഡീകൺസ്ട്രക്റ്റിന്റെ വൈറ്റമിൻ സി സിറം ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ഇതിൽ 10% വൈറ്റമിൻ സിയും ഇതിൽ അസ്ട്രോബിക് ആസിഡും 0.5% ഫെറോളിക് ആസിഡും ഉള്ളത് കൊണ്ട് സൺ ഡാമേജ് റിപ്പയർ ചെയ്യാനും സ്കിൻ നല്ല ബ്രൈറ്റൻ ആക്കാനും ഹെൽപ്പ് ചെയ്യും.
മറ്റൊരു ബെസ്റ്റ് പാർട്ട്, ഇത് വെറും 14 ദിവസം കൊണ്ട് നമ്മുടെ സ്കിന്നിന് നല്ലൊരു വിസിബിൾ ഗ്ലോയിങ് തരുമെന്ന് ക്ലിനിക്കലി ടെസ്റ്റഡ് പ്രൂവൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കമന്റ് ബോക്സിൽ ടാൻ എന്ന് കമന്റ് ചെയ്താൽ മാത്രം മതി. പ്രോഡക്റ്റ് ലിങ്ക് ഞാൻ എല്ലാവർക്കും പേഴ്സണലി DM ചെയ്തു തരാം. ശരി, ഇപ്പൊ അങ്ങനായോ? നേരത്തെ പറഞ്ഞു സെലിബ്രിറ്റീസ് എല്ലാം വെളുത്തത് സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടാണെന്ന്, ഇപ്പം പറയുന്നു വൈറ്റമിൻ സി ഉപയോഗിച്ചിട്ടാണെന്നുള്ളത്. നീ ഏതിനെങ്കിലും ഉറച്ചു നിൽക്കും മോനെ. കഴിഞ്ഞ 11 ഒരു അടുത്ത വീഡിയോ കൂടി കണ്ടോക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ രേഷ്മികയും സമന്തയൊക്കെ എങ്ങനെയാണ് അവരുടെ സ്കിൻ ഇത്ര നാച്ചുറൽ ഗ്ലോയിങ് ആൻഡ് ഈവൻ ടോൺ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന്? ഞാനിത് നോട്ടീസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇത് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല കേട്ടോ. നമ്മുടെ ബോഡിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ബോഡി കെയറിംഗ് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ ഞാൻ ഇന്ത്യൻ സീക്രട്ട് എന്ന ബ്രാൻഡിന്റെ കോജിക് ആസിഡും സാഫ്രോൺ സ്ക്രബും അടങ്ങിയിട്ടുള്ള ഒരു സോപ്പ് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. ഇതൊരു ഡ്യുവൽ സൈഡ് സോപ്പാണ്. ഇതിന്റെ ഒരു സൈഡിൽ ജെന്റൽ ആയിട്ട് ക്ലെൻസ് ചെയ്യാനും ഓപ്പോസിറ്റ് സൈഡ് നമ്മുടെ സ്കിന്നിനെ മൈൽഡ് ആയിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇതിൽ കോജിക് ആസിഡും നൈസിനിമഡും ഉള്ളത് കൊണ്ട് നമ്മുടെ സ്കിന്നിലെ അൺഈവൻ സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യുവാനും കോമൺലി യൂസ് ചെയ്യുവാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇതിൽ സാഫ്രോണും ടെർമറിക്കും ഉള്ളത് കൊണ്ട് നമ്മുടെ സ്കിൻ ഒരു നാച്ചുറൽ ഗ്ലോ തരുവാനും ഹെൽപ്പ് ചെയ്യും. ഇത് ഡെർമറ്റോളജിസ്റ്റ് ടെസ്റ്റഡ് ആയതുകൊണ്ട് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലെ ബിൽഡപ്പ് കുറയ്ക്കുവാനും സ്കിൻ നല്ല സ്മൂത്ത് ആൻഡ് ഫ്രഷ് ആയിട്ട് ഇരിക്കുവാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഡെർമറ്റോളജിസ്റ്റ് ടെസ്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഡ്യുവൽ സോപ്പിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ സോപ്പ് എന്ന് കമന്റ് ചെയ്താൽ മാത്രം മതി. പ്രോഡക്റ്റ് ലിങ്ക് ഞാൻ എല്ലാവർക്കും പേഴ്സണലി DM ചെയ്തു തരാം. ബെസ്റ്റ്. ഇപ്പൊ സോപ്പായി. ആദ്യം പറഞ്ഞ് സെലിബ്രിറ്റീസിന്റെ സ്കിന്ന് ഗ്ലോ ഇരിക്കുന്നതിന്റെ സീക്രട്ട് സൺസ്ക്രീൻ ആണെന്ന്, പിന്നെ പറഞ്ഞ് വൈറ്റമിൻ സി സെറം ആണെന്ന്, പിന്നെ ഇപ്പൊ പറയുന്നത് സോപ്പാണെന്ന്. എന്താ മോനെ നീ ഇങ്ങനെ? നീ ഏതിനെങ്കിലും ഒന്ന് ആദ്യം ഉറച്ചു നിൽക്ക്. സൺസ്ക്രീൻ ആണോ സെലിബ്രിറ്റീസിന്റെ സീക്രട്ടിന്റെ രഹസ്യം, അതോ വൈറ്റമിൻ സി സെറാണോ, അതോ സോപ്പാണോ? നീ തന്നെ ഒന്ന് ഉറപ്പിച്ച് പറ. 3 വീഡിയോയിൽ ഒന്ന് 3 വർത്താനം പറയില്ലേ നീ? ഇനിയും ഉണ്ട് കേട്ടോ ഇവന്റെ ഇഷ്ടംപോലെ വീഡിയോസ്. ഇവന് ഒരാഴ്ച തന്നെ 3-4 സൺസ്ക്രീൻ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്ത് കളയും. ഞാൻ എല്ലാം കൂടി എടുത്ത് കാണിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാണ്, ഇങ്ങനെ പല ബ്യൂട്ടി വ്ളോഗേഴ്സും പല രീതിയിലും പല തരത്തിലും നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഇവരുടേതായ സ്കിൻ കെയറും റൂട്ടീനും ഒക്കെ കാണും. അവരതനുസരിച്ച് ജീവിച്ച് പോകുന്നവരായിരിക്കും. അതിനനുസരിച്ചുള്ള റിസൾട്ടും അവർക്ക് കിട്ടിയിട്ടുണ്ടാകും. പക്ഷെ ഇവർക്ക് വീഡിയോയിൽ വന്ന് പറയുന്ന പച്ച കള്ളമായിരിക്കും. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് കാണിച്ചിട്ട് പറയും ഇത് ഉപയോഗിച്ചിട്ടാണ് എന്റെ സ്കിന്ന് മാറിയത്, അങ്ങനെ ആയത്, ഇങ്ങനെ ആയതെന്നൊക്കെ. ഇതൊക്കെ കണ്ട് നമ്മൾ അതാണ് സത്യം എന്ന് പറഞ്ഞ് ആ പ്രൊഡക്റ്റിന് പിന്നാലെ പോകും. ലാസ്റ്റ് നമുക്ക് ഇവർ പറഞ്ഞ പോലുള്ള റിസൾട്ട് കാണത്തുമില്ല. പിന്നെ അതേപോലെ തന്നെ ഒരേ സമയത്തിന് ഇവർ 4-5 സൺസ്ക്രീൻ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്ത് കളയും. എന്നിട്ട് പച്ച കള്ളം പറഞ്ഞ് ഇതൊക്കെ ജനങ്ങൾക്കിടയിൽ അങ്ങോട്ട് മാർക്കറ്റ് ചെയ്ത് കളയും. ഇതിനൊക്കെ പിന്നാലെ പോകുന്ന നമ്മൾ മണ്ടന്മാരാകുന്നല്ലാതെ ദയവ് ചെയ്ത് ഒരു ബ്യൂട്ടി വ്ളോഗറുടെയും വീഡിയോ കണ്ടിട്ടല്ല നമ്മൾ ഏത് സ്കിൻ കെയർ പ്രോഡക്റ്റ് യൂസ് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. നമ്മുടേതായ രീതിയിൽ റിസർച്ചുകൾ നടത്തുക, പറ്റുമെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുക, എന്നിട്ട് നമ്മുടെ സ്കിൻ ടൈപ്പിന് പറ്റിയ സാധനങ്ങൾ ചൂസ് ചെയ്യുക. മിനിമം ഒരു 4-5 മാസമെങ്കിലും യൂസ് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിചാരിച്ച റിസൾട്ട് കിട്ടിയിരിക്കും. അല്ലാതെ ഇവർ പറയുന്ന പോലുള്ള പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങി തേച്ച് കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും പണി കിട്ടുക. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. ദയവ് ചെയ്ത് നിങ്ങൾ ഇത്തരത്തിലുള്ള ഇൻസ്റ്റന്റ് റിസൾട്ടിന് പിന്നാലെ പോകാതിരിക്കുക. ഇൻസ്റ്റന്റ് ആയി ഒരിക്കലും നമ്മുടെ സ്കിന്നിൽ മാറ്റം ഉണ്ടാവത്തില്ല. സ്ലോലിയേ നമ്മുടെ സ്കിന്നിൽ മാറ്റങ്ങൾ ഉണ്ടാവത്തുള്ളൂ. അത് നല്ല പ്രൊഡക്റ്റ് നല്ലതുപോലെ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ. അത് ഇനിയെങ്കിലും മനസ്സിലാക്കി ഇത്തരം ബ്യൂട്ടി വ്ളോഗേഴ്സിന് പിന്നാലെ പോകുന്ന പരിപാടി എല്ലാവരും നിർത്തുക. അത്ര എനിക്ക് പറയാനുള്ളൂ. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.